ഹലോ എവ്രിബഡി. ഇന്ന് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഓർക്കിഡിനെയാണ് പരിചയപ്പെടുത്തുന്നത്, ഫെലനോപ്സിസ് ക്രാൻബെറി. അപ്പോൾ ഇതൊരു 4 വർഷം മുമ്പ് ഞാൻ തരപ്പൽ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഓൺലൈൻ വഴി. വാങ്ങുമ്പോൾ തന്നെ ഇതിൻ്റെ അകത്ത് ഫ്ലവർ ഉണ്ടായിരുന്നു. ഇതൊരു മിനിയേച്ചർ വെറൈറ്റിയാണ്. ഇത് കാണാൻ പറ്റും. ഇത് 4 കൊല്ലം ആയാലും അതിൻ്റെ ഒരു സൈസ് ചെറുതായിട്ട് തന്നെ ഇരിക്കും. ലീവ്സ് പിന്നെ റൂട്ട്സൊക്കെ. ഇതിനെ ഞാനിപ്പോൾ ഒരു സ്പാഗ്നം മോസ് മേലെ ഇട്ടിട്ട് ഉള്ളിലൊരു ചങ്കി മിക്സ് എന്താ പറയുക, കൊക്കോ ചിപ്സും മറ്റേ പൈൻ ബാഗ്സ് കരിയൊക്കെ ഇട്ടിട്ടാണ് ഇതിനെ വളർത്തിയിരിക്കുന്നത്. ഇലയൊക്കെ കുഞ്ഞു ഇലയൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ കളർ ഒരു പ്രത്യേക കളറാണ്. ഒരു പിങ്കും പിന്നെ പർപ്പിളും ഒക്കെ ഒരു മിക്സായ കളറും ചെറിയ പൂക്കളുമാണ്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിലെപ്പോഴും ഈ പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഒരു വർഷത്തിൽ ഒരു തവണ പൂ പൂത്ത് ഒരു 5-6 മാസം ആ പൂവ് അതുപോലെ നിൽക്കും. പിന്നെ അടുത്ത സ്പൈക്ക് പെട്ടെന്ന് തന്നെ പൊട്ടി വരും. മറ്റേത് ഉണങ്ങുന്ന മുമ്പ് ഇതന്നെ വേഗം വന്ന് ഒരു 2 വീക്സ് 3 വീക്സിൽ തന്നെ അതിൽ പൂവും വരാൻ തുടങ്ങും. അപ്പോൾ അത് നമുക്ക് എപ്പോഴും ഒരു പൂ ഉണ്ടാവുന്ന പോലെ ഉണ്ടാവും. പിന്നെ ഇത് വളരെ റെസിലിയൻ്റാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളം ഒഴിച്ചില്ലെങ്കിൽ വെയിലത്ത് വെച്ചാലും ഇല്ലെങ്കിലും ഒക്കെ അത് അങ്ങനെ നിന്നോളും. ലൈക്ക് വെള്ളമൊക്കെ ഒരാഴ്ച ഒഴിക്കാണ്ടിരുന്നിട്ടുണ്ട്, ഡെയിലി ഒഴിച്ചിട്ടുണ്ടോ, എന്നിട്ട് അതിന് വലിയ പ്രശ്നമൊന്നും വരുന്നില്ല. വളങ്ങൾ ഇട്ടിട്ടില്ലെങ്കിലും എപ്പോഴും ഇതിന് പൂക്കൾ ഉണ്ടാകാറുണ്ട്. ഞാൻ അധികം ഇതിന് വളമൊന്നും കൊടുക്കാറില്ല, എന്നിട്ടും ഇതിലെപ്പോഴും പൂക്കളും ഇലകളും ഒക്കെ എപ്പോഴും പുതിയത് പൊട്ടി മുളച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു സ്റ്റാർട്ടർ ആണെങ്കിൽ ഒരു നല്ലൊരു വെറൈറ്റി ഓർക്കിഡാണ് ഇത്. നിങ്ങൾ കിട്ടിയ തീർച്ചയായും ട്രൈ ചെയ്യാം. ജസ്റ്റ് ഞാൻ അങ്ങനെ മൂവ് ചെയ്തതാണ്. എൻ്റെ ഒരു ഡേലിയ കളർ, ഇതൊരു സിമിലർ കളറല്ലേ അതിൻ്റെ അല്ലേ.